പരിശുദ്ധമായ ഇസ്ലാം മതത്തിൽ തീവ്രവാദം ഉണ്ടെന്ന് പറയുന്നവർ അറിയാൻ പരിശുദ്ധ ഖുർആൻ ഇപ്രകാരം പറയുന്നു: ഫസാദ് ചെയ്യുന്നവൻ, അതായത് ഭൂമിയിൽ ലഹളയും കലാപവും കൊലയും ചെയ്യുന്നവൻ ഇസ്ലാം മത വിശ്വാസിയല്ല, അവൻ ഇസ്ലാം മതത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇസ്ലാം നാമധാരിയായ ചിലർ തീവ്രവാദം ചെയ്യുന്നുണ്ട്. അത് അവരുടെ പ്രത്യേക ലാഭത്തിന് വേണ്ടി മാത്രമാണ്. അതായത് അവർ സ്വന്തം സുഖത്തിന് വേണ്ടി, അതിന് പണം ആവശ്യമുണ്ട്, അതിനുവേണ്ടി അവർ തീവ്രവാദം ചെയ്യുന്നു. അവർ ഇസ്ലാം നാമധാരികൾ മാത്രമാണ്, പക്ഷേ അവർ ഒരിക്കലും പരിശുദ്ധ ഖുർആനെയും ഇസ്ലാം മതത്തെയും അംഗീകരിക്കുന്നില്ല. കേരളത്തിലെ എക്സ് മുസ്ലിങ്ങളായ ആരിഫ് ഹുസൈനെ പോലെ സ്വഭാവമുള്ളവരാണ്. കാശിനു വേണ്ടി, പണത്തിനു വേണ്ടി, സ്വർഗീയമായ ജീവിതം നയിക്കുവാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അവരെ തീവ്രവാദികൾ എന്ന് വിളിക്കാം. ഒരുപക്ഷെ ഈ ആരിഫ് ഹുസൈനും കൂട്ടരും ഇസ്ലാം മതത്തെ തള്ളിപ്പറഞ്ഞാൽ അവർക്ക് പണം കിട്ടുന്നതുകൊണ്ട് അവർ ആ പാതയിലൂടെ മുന്നോട്ട് പോകുന്നു. തീവ്രവാദികൾ തീവ്രവാദം ചെയ്യുമ്പോൾ പണം കിട്ടുന്നു, അവർ ആ വഴിയിലോട്ട് മുന്നോട്ട് പോകുന്നു. ഈ രണ്ടു പേർക്കും പരിശുദ്ധ ഖുർആനെയും ഇസ്ലാം മതത്തെയും അംഗീകരിക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു വിഷയം, ഓരോ ഇസ്ലാം നാമധാരികളായ തീവ്രവാദികൾക്കും പിന്നിൽ മറ്റുള്ള മതക്കാരുടെ സഹായമുണ്ട്. ഹിന്ദു മതമായിക്കോട്ടെ, ക്രിസ്തീയ മതമായിക്കോട്ടെ, ജൂതമതമായിക്കോട്ടെ, ഇവരുടെ എല്ലാം സഹായം കൊണ്ട് മാത്രമാണ്, ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇസ്ലാം നാമധാരികളായവർ തീവ്രവാദം നടത്തുന്നത് എന്ന് ശക്തമായി നമുക്കിവിടെ തെളിയിക്കാൻ പറ്റും. ഇസ്ലാം മതവിശ്വാസികളുടെ രക്ഷക്കായാണ് ഇസ്ലാം നാമധാരികളായ തീവ്രവാദികൾ തീവ്രവാദം ചെയ്യുന്നുവെങ്കിൽ പാലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ജീവനോടെ ചുട്ടുകരിക്കുമ്പോൾ ഈ ഇസ്ലാമിക തീവ്രവാദികൾ എവിടെയായിരുന്നു? തീർന്നില്ല. ഇന്ത്യയിൽ ഹിന്ദുത്വ തീവ്രവാദികളുടെ ക്രൂരമായ മർദ്ദനമേറ്റിട്ട് തെരുവിൽ പട്ടികളെ പോലെ ചത്തു വീഴുന്ന മുസ്ലിം മതസ്ഥരെ സംരക്ഷിക്കുവാൻ എന്തേ ഇസ്ലാമിക തീവ്രവാദികൾ കടന്നു വരാത്തത്? ഇസ്ലാം നാമധാരികളായ തീവ്രവാദികൾക്ക് സഹായം കൊടുക്കുന്ന മറ്റുള്ള മതക്കാർ, അവർ ഒരിക്കലും സ്വന്തം മതക്കാരെ തള്ളിപ്പറയുന്നില്ല എന്നുള്ള സത്യം നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. സ്വന്തം മതക്കാർ തീവ്രവാദികളുടെ കൂടെ നിൽക്കുമ്പോൾ അവരെ കുറ്റം പറയാത്ത ഈ മതക്കാർ ഭീരുക്കളാണ്. ഈ ഭീരുത്വം മറച്ചു വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനെയും ഇസ്ലാം മതത്തെയും തള്ളിപ്പറയുവാനും അവർക്ക് വല്ലാത്തൊരു ആവേശമാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? ഈ ഭീരുക്കൾ പരിശുദ്ധമായ ഇസ്ലാം മതത്തെയും പരിശുദ്ധ ഖുർആനെയും കളങ്കപ്പെടുത്തുന്നു. സ്വന്തം ഭീരുത്വം മറച്ചു വെക്കുവാൻ ഇവർ കാണിക്കുന്ന ഈ ഷണ്ടത്വം നമുക്കിവിടെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. പരിശുദ്ധ ഖുർആൻ ഇപ്രകാരം പറയുന്നു. സൂറ അൽ മാഇദ 32-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആരെങ്കിലും ഒരാൾ നിരപരാധിയായി ഒരുത്തനെ കൊന്നുകഴിഞ്ഞാൽ അവൻ ആ വംശകുലത്തെ മുഴുവനും കൊന്നതായി കണക്കാക്കുന്നു. സൂറത്ത് അൽ ബഖറയിൽ 256-ാമത്തെ പേജിൽ ഇപ്രകാരം പറയുന്നു: നിർബന്ധമായി ആരെങ്കിലും മതപരിവർത്തനം നടത്തിയാൽ അവൻ ഇസ്ലാം മതവുമായിട്ടോ പരിശുദ്ധ ഖുർആനുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന് ഖുർആൻ ശക്തമായി പറയുന്നു.